അർച്ചന കൂടി എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലീഗ് നേതൃത്വത്തിനെതിരെ ലീഗിനെ സംരക്ഷിക്കുക എന്ന തരത്തിൽ പോസ്റ്റർ പതിച്ചിരുന്നു. ഇന്നലെ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ ഇതേ സമാനമായ രീതിയിൽ എറണാകുളത്ത് മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചിരിക്കുകയാണ്. ആരാണ് പോസ്റ്റർ പതിച്ചത്? എന്താണ് പോസ്റ്ററിലെ ആവശ്യം? വിനിഷ, ഇത്തരത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ ഭിന്നത രൂക്ഷമായി തുടരുകയാണെന്ന് വെളിവാക്കുന്നതാണ് വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്റർ. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ എറണാകുളത്തെ ലീഗ് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഹമ്മദ് ഷായ്ക്കെതിരെ നടപടിയെടുക്കുക, അതുപോലെ ഇത്തരത്തിൽ കളമശ്ശേരി സീറ്റിന് വേണ്ടി വഖഫ് വിഷയത്തിൽ സമുദായത്തിനും പാർട്ടിയെയും വഞ്ചിച്ച് മുഹമ്മദ് ഷായ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും പറയുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ കോഴിക്കോടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും മുസ്ലിം ലീഗിൽ ഇത്തരത്തിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ഭിന്നത രൂക്ഷമാകുകയാണ്. ഇപ്പോൾ രണ്ട് പക്ഷമായി തുടരുകയാണ്. വി.ഡി. സതീശൻ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞതോടെയാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ലീഗ് നേതാക്കളെല്ലാം തന്നെ ഒരു വിഭാഗം വിമർശനവുമായി രംഗത്തെത്തിയത്. ഇത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്, അല്ലെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അത്തരത്തിൽ രണ്ട് പക്ഷമായി ഇപ്പോൾ മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ രൂക്ഷമായ ഒരു ഭിന്നതയിലേക്ക് മുസ്ലിം ലീഗ് കടന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ. ഇന്ന് രാവിലെയാണ്. ശരി അർച്ചന, വ്യക്തമാണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എറണാകുളം മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിലും പോസ്റ്റർ പതിച്ചിരിക്കുന്നു.